ഒരു കടലിടുക്ക് വെറും 33 കിലോമീറ്റർ. ഒരു രാജ്യം അതടച്ചപ്പോൾ ലോകം മുഴുവൻ വിറച്ചു. ഇറാന്റെ പരമോന്നത നേതാവ് വധിക്കപ്പെട്ടു. ഒരു അദൃശ്യ ജനറൽ അധികാരത്തിൽ വന്നു. എണ്ണ വിതരണം ഇറാൻ സ്തംഭിപ്പിച്ചു. ലോക സമ്പദ് വ്യവസ്ഥ മുട്ടുകുത്തി. പക്ഷേ ഈ യുദ്ധത്തിൽ ആര് ജയിച്ചു? ഉത്തരം നിങ്ങളെ ഞെട്ടിക്കും. ഹോർമൂസ് കഥയുടെ അവസാന അധ്യായം ഇവിടെ തുടങ്ങുന്നു. The Strait of Hormuz. അമേരിക്ക 40 വർഷം ഇറാനെ വളഞ്ഞു നിന്നു. ജനറൽ സുലൈമാനി ഒരു ഡ്രോൺ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. ഇറാൻ പ്രതികാരം പ്രഖ്യാപിച്ചു. പിന്നെ ട്രംപും നെതന്യാഹുവും ഇറാനെ ആക്രമിച്ചു. അറബ് മണ്ണിലെ അമേരിക്കൻ താവളങ്ങൾ ഇറാന്റെ മിസൈലുകൾക്ക് മുന്നിൽ വിറച്ചു. ഇപ്പോൾ യുദ്ധത്തിന്റെ രണ്ടാം ദിവസം. രാവിലെ 6 മണി. 200 ജെറ്റുകൾ ഇറാന്റെ അതിർത്തി കടന്നു. ഇറാനിലുടനീളം ഏകദേശം 500 ലക്ഷ്യങ്ങൾ. പക്ഷേ ആ ആക്രമണത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം ഒരാളായിരുന്നു. 40 വർഷം ഇറാൻ ഭരിച്ച ഇറാന്റെ പ്രിയപ്പെട്ട പരമോന്നത നേതാവ് അലി ഹുസൈനി ഖാമനി. ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും അടുത്ത ലക്ഷ്യം അദ്ദേഹമാണെന്ന് അവർക്കറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഓഫീസിനടിയിലെ ബങ്കറിലേക്ക് മാറ്റി. പക്ഷേ ജെറ്റുകളിൽ ബങ്കർ ബസ്റ്റർ ഉണ്ടായിരുന്നു. 20 നില കോൺക്രീറ്റ് വരെ തുളച്ചു കയറി പൊട്ടുന്ന മിസൈൽ. അവർ ആ കെട്ടിട സമുച്ചയത്തിന് നേരെ 30 മിസൈലുകൾ തൊടുത്തുവിട്ടു. മിസൈൽ ഓഫീസ് തുളച്ച്, മണ്ണ് തുളച്ച് ബങ്കറിൽ കയറി. ഇറാന്റെ പരമോന്നത നേതാവ് അലി ഹുസൈനി ഖാമനി, മകൾ, മരുമകൾ, മരുമകൻ, പിന്നെ വെറും 14 മാസം പ്രായമുള്ള ഒരു പേരക്കുട്ടി സഹ്റ തൽക്ഷണം കൊല്ലപ്പെട്ടു. ഒരു മനുഷ്യനെ കൊല്ലാൻ വന്ന മിസൈൽ 3 തലമുറയെ ഒപ്പം കൊണ്ടുപോയി. ഇറാൻ വിങ്ങി. പക്ഷേ ലോകത്തൊട്ടാകെ ആ ചോദ്യമുയർന്നു. ഇറാന്റെ അടുത്ത പരമോന്നത നേതാവ് ഇനി ആര്? ഇറാന്റെ പണ്ഡിത സഭ കൂടി അതേ ദിവസം ഏകകണ്ഠമായ തീരുമാനം വന്നു. മറ്റാരുമല്ല, അലി ഹുസൈനി ഖാമനിയുടെ മകൻ മോജത്തബ ഹുസൈനി ഖാമനി. പക്ഷേ മോജത്തബ ഹുസൈനി ഖാമനി ആരാണ്? ഇറാന്റെ പരമോന്നത നേതാവാകാൻ ഇദ്ദേഹത്തിന് എന്താണ് യോഗ്യത? ലോകമാരാഞ്ഞു. ഒരു ഫോട്ടോയില്ല, ഒരു അഭിമുഖമില്ല. 15 വർഷം ഒരു നിഴൽ. പക്ഷെ ഇന്ന് ഈ നിഴൽ ഇറാൻ ഭരിക്കുന്നു. ആരാണിയാൾ? അവൻ ആരാണെന്നും എന്താണെന്നും ലോകത്തിന് അറിയില്ലായിരുന്നു. 15 വർഷം ഒരു അഭിമുഖമില്ല, ഒരു ഫോട്ടോയില്ല. 20 വർഷം മുമ്പ് വിക്കിലീക്സ് അദ്ദേഹത്തെക്കുറിച്ചുള്ള ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടിരുന്നു. അത് ലോകം കണ്ടില്ല. ആ റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ: ഇറാനിലെ 3 വലിയ ശക്തികളിൽ ഒരാൾ. ഇറാനിലെ ഏതൊരു രാഷ്ട്രീയക്കാരെക്കാളും IRGC അദ്ദേഹത്തെയാണ് ആരാധിച്ചിരുന്നത്. ഒരു ദിവസം മോസ്തബ അദ്ദേഹത്തിന്റെ പിതാവിന്റെ സ്ഥാനം ഏറ്റെടുക്കുമെന്ന് അവർ ഉറച്ചു വിശ്വസിച്ചിരുന്നു. ഇറാന്റെ ആണവ പദ്ധതിയുമായുള്ള മോസ്തബയുടെ ബന്ധത്തിന്റെ തെളിവുകളിലേക്ക് രേഖകൾ ആഴത്തിലിറങ്ങിച്ചെന്നു. കോമിൽ അദ്ദേഹം മതം പഠിക്കുന്നില്ല, പകരം വിശുദ്ധ യുദ്ധത്തിന് തയ്യാറെടുക്കുകയാണ്. അന്നു മുതൽ പടിഞ്ഞാറൻ ഇന്റലിജൻസ് അയാളെ നിരീക്ഷിച്ചു തുടങ്ങി. കുറച്ചു വർഷം മുൻപ് അമേരിക്ക അയാൾക്ക് മേൽ നേരിട്ട് ഉപരോധം ചുമത്തി. കാരണം അയാൾ നിഴലിൽ നിന്ന് സൈന്യത്തെയും ഇന്റലിജൻസിനെയും നിയന്ത്രിക്കുന്നു. പാശ്ചാത്യ മാധ്യമങ്ങൾ അദ്ദേഹത്തെ വിളിച്ചു ദി ഇൻവിസിബിൾ ജനറൽ. ഇറാന്റെ പുതിയ പരമോന്നത നേതാവായി മൊജ്തബയെ നിയമിച്ച മണിക്കൂറുകൾക്കുള്ളിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് ഇറാന്റെ തീരുമാനത്തിൽ താൻ തൃപ്തനല്ല എന്ന് പ്രഖ്യാപിച്ചു. എന്തിന്? CIA-ക്കും ഇസ്രായേലിന്റെ രഹസ്യാന്വേഷണ വിഭാഗമായ മൊസാദിനും അറിയാം. സാധാരണക്കാർക്കറിയില്ല.
അച്ഛൻ അലി ഹുസൈനി ഖാമനേയി മൃദുവായ പണ്ഡിതൻ. മകൻ മുജ്തബ ഹുസൈനി ഖാമനേയി നേരെ തിരിച്ച്. 14 വയസ്സു മുതൽ സ്കൂളില്ല, മിലിറ്ററി ക്യാമ്പ്. സിറിയയിലും ഇറാഖിലും യുദ്ധമുഖത്ത്, ആസ്ഥാനത്തല്ല, മുൻനിരയിൽ. പണ്ഡിതനല്ല, ഒരു യോദ്ധാവ്. വർഷങ്ങൾക്ക് ശേഷം IRGCക്ക് ഒരു യോദ്ധാവിനെ കിട്ടി. പണ്ഡിതനല്ല, അയാൾ ജനറൽ ഖാസിം സുലൈമാനിയുടെ പ്രിയ ശിഷ്യൻ. അയാൾ അവനെ വാർത്തെടുത്തു. പക്ഷെ 2020 അമേരിക്കൻ ഡ്രോൺ ആക്രമണത്തിൽ ജനറൽ ഖാസിം സുലൈമാനി കൊല്ലപ്പെട്ടു. തൻ്റെ പ്രിയപ്പെട്ട ജനറലിൻ്റെ മൃതദേഹത്തിന് മുന്നിൽ അവൻ പരസ്യമായി വിങ്ങിപ്പൊട്ടി. ആദ്യമായി. അന്ന് അവനൊരു ശപഥമെടുത്തു. ഇന്നത്തെ മറ്റ് നേതാക്കളെ പോലെയല്ല മുജ്തബ. യുദ്ധകാലത്ത് ഇറാഖിൽ 30 മലകൾ സ്വന്തം യൂണിറ്റുമായി പിടിച്ചെടുത്തവൻ, സൈനികർക്കൊപ്പം ചോര വാർത്തവൻ. ഇപ്പോൾ അയാൾ ഇറാൻ ഭരിക്കുന്നു. തിരിച്ചടി ഉടനെ വന്നു. 100 കണക്കിന് ഇറാനിയൻ മിസൈലുകൾ ഇസ്രായേലിലേക്ക് അവൻ തൊടുത്തുവിട്ടു. ടെലവീവ്, ഹൈഫ, ദിമോന. ഒരേ സമയം IRGC യൂണിറ്റുകൾ അറബ് രാജ്യങ്ങളിലെ എല്ലാ അമേരിക്കൻ താവളവും ആക്രമിച്ചു. ഖത്തറിലെ അൽ ഉദൈദ് എയർബേസ്, ബഹ്റൈനിലെ 5th ഫ്ലീറ്റ് HQ, UAEയിലെ അൽ ദാഫ്ര എയർബേസ്, കുവൈത്തിലെ ക്യാമ്പ് ആരിഫ് ജാൻ, സൗദിയിലെ പ്രിൻസ് സുൽത്താൻ എയർബേസ്. പിന്നെ ലോകം ഭയന്ന നീക്കമായിരുന്നു. അമേരിക്കൻ താവളങ്ങൾ കത്തുമ്പോൾ മുജ്തബ അവസാന ആയുധത്തിലേക്ക് കൈനീട്ടി. 33 കിലോമീറ്റർ വീതിയുള്ള ലോകത്തിൻ്റെ എണ്ണവാതിൽ. സ്ട്രെയ്റ്റ് ഓഫ് ഹോർമൂസ്. വെറും 33 കിലോമീറ്റർ വീതിയുള്ള ആ കടലിടുക്ക് അദ്ദേഹം സ്തംഭിപ്പിച്ചു. ദിവസം ഏകദേശം 2 കോടി ബാരൽ എണ്ണ. ലോക വിതരണത്തിൻ്റെ 1/5. സൗദി, കുവൈറ്റ്, UAE, ഖത്തർ, ഇറാഖ് എല്ലാവരുടെയും എണ്ണ ഈ ഒരൊറ്റ വാതിലിലൂടെ വേണം കടന്നു പോകാൻ. IRGC നാവിക കമാൻഡർ TVയിൽ വന്ന് എല്ലാ കപ്പലുകൾക്കും അന്ത്യശാസനം നൽകി. ഇന്നു മുതൽ ഇറാന്റെ അനുമതിയില്ലാതെ ഒരു കപ്പലും ഹോർമൂസ് കടക്കില്ല. ശ്രമിച്ചാൽ മുക്കും. എന്നേക്കുമായി. മണിക്കൂറുകൾക്കുള്ളിൽ കടലിടുക്കൊഴിഞ്ഞു. 300 എണ്ണക്കപ്പലുകൾ പിന്തിരിഞ്ഞു. സാറ്റലൈറ്റ് കാണിച്ചു. ഇരുവശത്തും ട്രാഫിക് ജാം. എണ്ണ 48 മണിക്കൂറിൽ ഒരു ബാരലിന് $200. ഇന്ത്യയുടെ കരുതൽ ശേഖരം 9 ദിവസത്തേക്ക് മാത്രമേ ശേഷിക്കുന്നുണ്ടായിരുന്നുള്ളൂ. പാകിസ്ഥാന്റെ സ്ഥിതി അതിലും മോശമായിരുന്നു. 6 ദിവസത്തേക്കുള്ള കരുതൽ ശേഖരം മാത്രമേ ഉള്ളൂ ഇനി. യൂറോപ്യന്മാർ പരിഭ്രാന്തരാകാൻ തുടങ്ങി. ജപ്പാൻ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. ആഫ്രിക്കക്കാർക്ക് ബോധം നഷ്ടപ്പെടാൻ തുടങ്ങി. എല്ലാവരും പരിഭ്രാന്തരാകാൻ തുടങ്ങിയപ്പോൾ ഒരു കിംവദന്തി ഉയർന്നു വന്നു. ഇറാൻ കടലിടുക്കിനടിയിൽ നാവിക മൈനുകൾ സ്ഥാപിച്ചിട്ടുണ്ടെന്ന്. ചെറുതാണെങ്കിലും കാര്യക്ഷമവും കണ്ടെത്താനാകാത്തതുമാണ് അവ. ഒരടി തെറ്റിയാൽ ആഗോള സമ്പദ് വ്യവസ്ഥ തന്നെ മുങ്ങും. ലോകം ഈ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ലാത്ത ഒരു പ്രതിസന്ധി. ഇന്റർനാഷണൽ എനർജി ഏജൻസി ഇതിനെ വിളിച്ചത് ആഗോള എണ്ണ വിപണിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിതരണ പ്രതിസന്ധി എന്നാണ്. ഖത്തർ അവരുടെ മുഴുവൻ എണ്ണവാതക കയറ്റുമതിയിലും ഫോഴ്സ് മജൂർ പ്രഖ്യാപിച്ചു. അതായത് ഇനി ഒന്നും ഉറപ്പില്ല. ഒരൊറ്റ വാതിൽ, ഒരൊറ്റ രാജ്യം അതടച്ചു. ലോകം മുഴുവൻ പിടഞ്ഞു. ഇനി എന്തെന്ന് ലോകമുറ്റുനോക്കിയ നിമിഷങ്ങൾ. ഇനി ഇറാനെ പിന്തുണയ്ക്കുന്നവർ ശ്രദ്ധിക്കൂ. സന്തോഷിക്കാൻ വരട്ടെ. ഈ യുദ്ധത്തിന് 2 സാധ്യതകൾ മാത്രമേ ഉള്ളൂ. അതെ, തീർച്ചയായും ആദ്യത്തേത് ഇറാന്റെ ആഗ്രഹം പോലെ തന്നെ. അമേരിക്ക അറബ് രാജ്യങ്ങളിലെ എല്ലാ താവളങ്ങളും ഒഴിഞ്ഞു പോകുന്നു. ഇറാൻ ജയിക്കുന്നു. ഹോർമുസ് വീണ്ടും തുറക്കുന്നു. അറബ് രാജ്യങ്ങളിലുടനീളം അമേരിക്കൻ സൈനിക താവളങ്ങൾ നഷ്ടപ്പെടുത്തിയ പ്രസിഡന്റായി ചരിത്രത്തിൽ ഡൊണാൾഡ് ട്രംപ് എന്നും ഓർമ്മിക്കപ്പെടും. ഇനി നമുക്ക് സാധ്യത 2ലേക്ക് വരാം. ഇറാൻ അമേരിക്കൻ കെണിയിൽ വീണു.
വർഷങ്ങൾക്ക് മുൻപ് അമേരിക്ക അന്നത്തെ ഇറാന്റെ പരമോന്നത നേതാവായ ആയത്തുള്ള റൂഹുള്ള ഖൊമേനിയെ വീഴ്ത്താൻ നോക്കി. അവർ സദ്ദാം ഹുസൈനെ ഉപയോഗിച്ച് ഇറാനെ ആക്രമിപ്പിച്ചു. 8 വർഷ യുദ്ധം, 10 ലക്ഷം മരണം കവിഞ്ഞു. യുദ്ധത്തിൽ സദ്ദാം ഇറാന്റെ എണ്ണക്കപ്പലുകൾ തകർത്തു. അമേരിക്ക പ്രതീക്ഷിച്ചു ആയത്തുള്ള ഖൊമേനി ഹോർമുസ് അടയ്ക്കുമെന്ന്. അയാൾ അടച്ചില്ല. അടച്ചിരുന്നെങ്കിൽ ലോകം അമേരിക്കയോട് ഇറാനെ ആക്രമിക്കൂ എന്ന് കെഞ്ചും. പക്ഷേ അമേരിക്കയുടെ വക്രമായ ഉദ്ദേശം മനസ്സിലാക്കാൻ മാത്രം ജ്ഞാനിയായിരുന്നു അദ്ദേഹം. ഇത്തവണ പക്ഷേ മോസ്തബ ഹുസൈനി ഖാമനി ഹോർമുസ് അടച്ചിരിക്കുന്നു. ഇപ്പോൾ ലോക സമ്പദ്വ്യവസ്ഥ ചോര വാർക്കുന്നു. ഇറാനെ ഹീറോ എന്ന് വിളിച്ചവർ ഉടൻ തന്നെ ഇറാനെ തടയാൻ അമേരിക്കയോട് യാചിക്കും. ഇതായിരിക്കും അമേരിക്കയുടെ ഉദ്ദേശവും. ഡൊണാൾഡ് ട്രംപ് ഇറാനെ ആക്രമിക്കുന്നു. വില്ലനായിട്ടല്ല, ഒരു സൂപ്പർമാനായി ലോകത്തെ രക്ഷിക്കുന്നു. എപ്സ്റ്റീൻ ഫയലുകൾ വിവാദം കുഴിച്ചു മൂടപ്പെടുന്നു. ഡൊണാൾഡ് ട്രംപ് അജയ്യനാകുന്നു. ഉത്തരം രണ്ടുമല്ല. അമേരിക്ക പോയില്ല, ഇറാൻ കീഴടങ്ങിയില്ല. ആഴ്ചകൾ നീണ്ട രക്തച്ചൊരിച്ചിലും ഭീഷണിക്കുമൊടുവിൽ 2 വൻശക്തികളും ഒരേ മേശയ്ക്ക് ചുറ്റുമിരുന്നു. ജൂൺ 19. ഈ വീഡിയോ നിങ്ങൾ കാണുന്നതിന് ദിവസങ്ങൾക്ക് മുൻപ് ഒരു കരാർ. 60 ദിവസത്തിനുള്ളിൽ ഈ യുദ്ധം അവസാനിച്ചു. ഹോർമൂസ് വീണ്ടും തുറന്നു. പക്ഷേ ഇറാന്റെ വ്യവസ്ഥയിൽ. ഇറാന്റെ അനുമതിയോടെ മാത്രം ഇനി ഓരോ കപ്പലും കടക്കും. വൻശക്തികൾ ഏറ്റുമുട്ടി. വൻശക്തികൾ ഒത്തുതീർന്നു. പക്ഷേ ആ കളിയിൽ ഒരിക്കലും കളിക്കാരനല്ലാത്ത ഒരാളുണ്ടായിരുന്നു. നമ്മൾ സാധാരണക്കാർ. അവരീ യുദ്ധം തുടങ്ങിയില്ല. അവർക്ക് ഇറാനോടോ ഇസ്രായേലിനോടോ ഒരു പകയുമില്ല. പക്ഷേ വില കൊടുത്തത് അവരാണ്. ദൈനംദിന ജീവിത ചെലവുകൾ കുതിച്ചുയരുന്ന സാഹചര്യത്തിൽ, വൈകിയ ശമ്പളത്തിൽ, ഉറക്കം നഷ്ടപ്പെട്ട രാത്രികളിൽ. ഇന്ന് കടലിടുക്ക് വീണ്ടും തുറന്നു. കപ്പലുകൾ വീണ്ടും നീങ്ങുന്നു. പക്ഷേ ആ 33 കിലോമീറ്റർ അവിടെ തന്നെയുണ്ട്. നാളെയുമുണ്ടാവും. മറ്റാരോ നിയന്ത്രിക്കുന്ന ഒരു വാതിൽ. അതിന്മേൽ തൂങ്ങിക്കിടക്കുന്ന കോടിക്കണക്കിന് വരുന്ന സാധാരണക്കാരന്റെ ജീവിതം. അടുത്ത തവണ ആ വാതിലടഞ്ഞാൽ നിങ്ങൾ തയ്യാറാണോ ഇനിയും വില കൊടുക്കാൻ? ഈ പരമ്പര ഇവിടെ അവസാനിക്കുന്നു. പക്ഷേ കഥ ബാക്കിയാണ്. കാരണം വർഷങ്ങൾക്ക് മുൻപ് ഇതേ മണ്ണിൽ ഒരു മനുഷ്യൻ ലോകത്തെ വിറപ്പിച്ചു. ഒരു ഇടയബാലനിൽ നിന്ന് ഒരു ഏകാധിപതിയിലേക്ക്. സദ്ദാം ഹുസൈൻ. കുവൈറ്റ് അധിനിവേശം. ഇറാൻ ഇറാഖ് യുദ്ധം. ലക്ഷക്കണക്കിന് മരണങ്ങൾ. ഒടുവിൽ ഒരു മാളത്തിൽ ഒളിച്ച് ഒരു കയറിൽ അവസാനം. സദ്ദാമിന്റെ കഥ. അടുത്ത പരമ്പര. റിഷ് സ്റ്റോറീസ് സബ്സ്ക്രൈബ് ചെയ്യൂ.